the chairman who is not respecting me. How can I respect him? You are insulting me. The house is standing to meet at 11 a.m. on Monday. കഴിഞ്ഞ കുറേ ദിവസമായി രാജ്യസഭയ്ക്കുള്ളിൽ നടക്കുന്ന ചില തന്ത്രപരമായ നീക്കങ്ങൾ പൊളിച്ചെഴുതിയിരിക്കുകയാണ് മല്ലികാർജ്ജുന ഖാർഗെയും പ്രതിപക്ഷവും. പ്രതിപക്ഷ നിരയ്ക്ക് നേതൃത്വം നൽകുന്ന മല്ലികാർജ്ജുന ഖാർഗെ ഇന്നലെ സഭയ്ക്കുള്ളിൽ പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭ നടക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങൾക്ക് ഉന്നയിക്കുവാനുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും പോയിന്റ് ഓഫ് ഓർഡർ ഉണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ജഗ്ദീപ് ധൻഖർ എന്ന സ്പീക്കർ ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും എന്നാൽ നിഷ്പക്ഷതയുടെ മുഖംമൂടി ധരിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണമായിരുന്നു കോൺഗ്രസിനും ഒപ്പം ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പാർട്ടികൾക്കും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭ ഇത്തരത്തിൽ സ്തംഭിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായുള്ള ഒരു അവിശ്വാസ പ്രമേയം ഇന്ത്യ സഖ്യം മുൻപോട്ട് വയ്ക്കുന്നു. അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം ഉന്നയിച്ചത് ശരിയായില്ല എന്ന വാദമാണ് BJP ഉന്നയിച്ചത്. അവിശ്വാസ പ്രമേയം ഉന്നയിക്കുന്നത് സ്വാഭാവികമായ ജനാധിപത്യപരമായ ഒരു രീതിയാണെന്ന് ഇന്ത്യ സഖ്യം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണെന്നും ഒരു ദളിതനാണെന്നും എന്ന വാദമുയർത്തി നിലവിലത്തെ കർഷക സമരത്തിനെ BJPക്ക് അനുകൂലമായ തരത്തിലേക്ക് വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ എതിർക്കുന്ന ഒരു ആയുധമായി ഉപയോഗിക്കുവാനോ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് മല്ലികാർജ്ജുന ഖാർഗെ പ്രതിപക്ഷ നിരയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പൊട്ടിത്തെറിച്ചത്. പ്രതിപക്ഷം തങ്ങൾക്ക് ഉന്നയിക്കുവാനുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ആ സമയം രാധാ മോഹൻദാസ് എന്ന BJP നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുവാൻ എഴുന്നേൽക്കുന്നു. അദ്ദേഹം അവിശ്വാസ പ്രമേയത്തിന് എതിരായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നിര ഒരു അരാഷ്ട്രീയവാദികളാണ് എന്നുള്ളതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സുരേന്ദ്ര സിംഗ് നാഗർ എന്ന UP MP എഴുന്നേൽക്കുന്നു. അദ്ദേഹവും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. എന്നാൽ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന നേതാവെന്നതും ഒരു ദളിത നേതാവെന്നതും വീണ്ടും ഊന്നി പറയുകയാണ് അദ്ദേഹം. ഇതിനു തൊട്ടു പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ പ്രതിഷേധവുമായി എഴുന്നേറ്റ് നിൽക്കുന്നു. അവർക്കെതിരെ വൈ ആർ യു ഡാൻസിങ് എന്ന ചോദ്യം ഉയർത്തുകയാണ് സ്പീക്കർ. അപ്പോഴാണ് മല്ലികാർജ്ജുന ഖാർഗെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമർഷത്തിൽ എഴുന്നേറ്റ് നിന്ന് സ്പീക്കർക്കെതിരായി ശബ്ദമുയർത്തിയത്. സ്പീക്കറെ ബഹുമാനിക്കണമെന്ന് അദ്ദേഹം ആ ചെയറിലിരുന്നുകൊണ്ട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ എന്നും നിങ്ങൾ കർഷക കുടുംബത്തിൽ നിന്ന് വന്നുവെങ്കിൽ ഞാൻ കർഷക തൊഴിലാളിയുടെ മകനാണ് എന്നും ഞാനൊരു ദളിതന്റെ മുഖമാണ് എന്നും മല്ലികാർജ്ജുന ഖാർഗെ തുറന്നടിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. I appeal to you, Leader of the Opposition, Honorable Kharge ji. I appeal to you in the name of Constitution for a change. Come with an open mind. Have dialogue with me in my chamber. Leader of the House is also requested. If you come to my chamber, we will work in togetherness. We will try to break the lockdown. We will try to live up to the highest standards which this August House is expected to show to the entire country. I appeal to you, Kharge ji, please spare time, accept my prayer, see me in my chamber today. Same request I am making to the Leader of the House also. I'll discuss with two of you. I'll try to navigate things so that we are able to work as members of this August House. I would expect Mr. Kharge ji, respected Kharge ji, to respond. Let us meet in my chamber. Let us find a way out. We will navigate ahead of it. Leader of the Opposition. Sir, the chairman who is not respecting me. How can I respect him? You are insulting me. The House is standing to meet at 11 a.m. on Monday, the 16th of December 2024. Finally, I appeal to Leader of the Opposition to spare time to see me today in my chamber at 12:15. Thank you.